പീരുമേട് ഭരണസിരാ കേന്ദ്രത്തിന് സമീപം സർക്കാർ ഭൂമിയിൽ വൻ കയ്യേറ്റം. 2017-ൽ സ്വാതന്ത്ര്യ സമര സേനാനി അക്കാമ ചെറിയാന്റെ സ്മരണ നിലനിർത്താൻ മ്യൂസിയം നിർമ്മിക്കാൻ കണ്ടെത്തിയ റവന്യൂ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് സ്ഥലം തെളിച്ചിട്ടിരിക്കുകയാണ്. കയ്യേറ്റ വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ സ്ഥലം സന്ദർശിച്ച കയ്യേറ്റ വിവരം റവന്യൂ വിഭാഗത്തെ ബോധ്യപ്പെടുത്തി. പീരുമേട് താലൂക്ക് ഓഫീസിന്റെ സമീപത്തായാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. 5.5 ഏക്കർ റവന്യൂ ഭൂമിയാണ് ഇവിടെയുള്ളത്. 2017-ൽ സ്വാതന്ത്ര്യ സമര സേനാനി അക്കാമ ചെറിയാന്റെ സ്മരണ നിലനിർത്താൻ മ്യൂസിയം നിർമ്മിക്കാൻ കണ്ടെത്തിയ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. മ്യൂസിയം കുട്ടിക്കാലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായതോടെ സ്ഥലം വിജനമായി കിടക്കുകയായിരുന്നു. 2014-ൽ പീരുമേട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഭൂരഹിതരായവർക്കായി KSKTU എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 10 സെന്റ് സ്ഥലം കയ്യേറുകയും വീട് നിർമ്മിക്കുവാൻ തറ നിർമ്മിക്കുകയും അതിര് തിരിച്ചിടുകയും കൊടി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ ഇവിടെ ഭൂരഹിതർക്ക് 3 സെന്റ് സ്ഥലം നൽകുകയും സ്ഥലം ലഭിച്ചവർ വീട് നിർമ്മിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു. ഭൂരഹിതർക്ക് നൽകിയ ശേഷം മിച്ചമെന്ന സ്ഥലത്താണ് അക്കാമ ചെറിയാൻ മ്യൂസിയം സ്ഥാപിക്കാൻ സ്ഥലം കണ്ടെത്തിയത്. ഇവിടെയാണ് കയ്യേറ്റം നടന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. സ്ഥലം സന്ദർശിച്ച പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ റവന്യൂ വിഭാഗത്തിനോട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അക്കാമ ചെറിയാൻ സാംസ്കാരിക നിലയം പണിയുന്നതിന് വേണ്ടി ഗവൺമെന്റ് സർവേ ചെയ്ത് പോയിട്ടുള്ള സ്ഥലവും കൂടി ഉൾപ്പെടുന്നതാണ്. ഈ രണ്ട് സീറോ ലാൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഭൂമിയും അക്കാമ ചെറിയാൻ സാംസ്കാരിക നിലയത്തിന് വേണ്ടി മാറ്റിവെച്ച ഭൂമിയും കൂടി ഉൾപ്പെടുന്നതാണ് ഈ കയ്യേറ്റം നടന്നിരിക്കുന്ന ഭൂമി. ഇവിടെ സ്ഥലം സന്ദർശിച്ച അടിയന്തരമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടതിന് അനധികൃതമായി കൈവശപ്പെടുത്തിയ ആളുകളെ കണ്ട് നിയമ നടപടി സ്വീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട തഹസിൽദാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായി പീരുമേട് തഹസിൽദാർ സണ്ണി ജോർജും പറഞ്ഞു. പീരുമേട് വില്ലേജ് ഓഫീസറോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.